സത്യം പറയാം, ഞാൻ ഈ കോളേജിനെ പറ്റി പറയുന്ന വീഡിയോസ് എല്ലാം സത്യം പറയാൻ നിർത്തി വെച്ച് ഞാനാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ്ലി ഞാൻ കുറേ ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് അതിൽ കുറേ മെസ്സേജ് വന്നു. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് ടീച്ചർ ബ്രോ, കോളേജ് എങ്ങനെയുണ്ട്, ടീച്ചിങ് കോളേജ് വൈബാണോ, പരിപാടി ഉണ്ടോ, റാങ്കിങ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന അങ്ങേയറ്റം ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതിലെല്ലാം റീപ്ലൈ ചെന്ന് കൊടുത്ത് ഓരോന്ന് പറഞ്ഞ് എനിക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നോർമലി എനിക്ക് എൻ്റെ തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ നമുക്കൊരു വീഡിയോ പോലെ ചെയ്ത് വിടാം. ആൾക്കാർക്ക് ആവശ്യം അതായിരിക്കുമല്ലോ, ആവശ്യം ആയതുകൊണ്ടല്ലേ ആ കമൻറ്റിൽ വന്ന് ഓരോന്നും ചോദിക്കുന്നത്. ടീച്ചിങ് കോളേജിൽ ഇപ്പോൾ ഞാൻ ടീച്ചിങ് കോളേജിലെ ഫൗണ്ടറോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ അങ്ങനെ ആരുമല്ല. ഞാൻ ജസ്റ്റ് സ്റ്റുഡൻറ്റ് മാത്രമാണ്. ഞാൻ ഇപ്പം ഫൈനൽ ഇയർ കഴിഞ്ഞു, എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. പക്ഷേ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഒരു പോരായ്മയോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ആരോടും ചെന്ന് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ടീച്ചർമാരോട് ചോദിച്ചിട്ടോ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടോ ഒന്നും അല്ല ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു കണക്കൂട്ടുകളും കാര്യങ്ങളാക്കും. എന്ന് വെച്ചാൽ എൻ്റെ ഒരു വൈബും കോളേജ് വൈബും ബാക്കിയുള്ള പിള്ളേരുടെ ഒരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളും അതിനെപ്പറ്റി മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നുവെച്ചാൽ കുറേ ചോദിക്കുന്നുണ്ട്, ടീച്ചിങ് കോളേജ് കൊള്ളാവോ, എങ്ങനെയുണ്ട് ബ്രോ, സൂപ്പറാണോ, പെൺപിള്ളേരൊക്കെ ഉണ്ടോ, അത് പഠിക്കാൻ പറ്റുമോ, പിന്നെന്താ ചോദിക്കുന്നത്, റാഗിങ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുള്ളൂ. ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ ടോപ്പിക്ക് വെച്ചാൽ നമുക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾക്ക് ഇപ്പം +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുന്നതായിരിക്കും. +2 കഴിഞ്ഞിട്ട് ഇപ്പം കമൻറ്റ് ബോക്സിൽ കാണും 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ വരെ ടീച്ചിങ് കോളേജ് അന്വേഷിച്ച് വരും. ടീച്ചിങ് കോളേജ് എങ്ങനെ ബ്രോ, ടീച്ചിങ് കോളേജ് അഡ്മിഷൻ എങ്ങനെ എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ വരും. എന്നുവെച്ചാൽ ടീച്ചിങ് കോളേജിൻ്റെ ഒരു വാല്യൂ അതായതുകൊണ്ടാണ് ആ പിള്ളേരെല്ലാം വരും നോർമലി തന്നെ. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം +2 കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന കുറേ പേരുണ്ട്. കീം എഴുതി നിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ നീറ്റ് എഴുതി നിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും നേഴ്സിംഗ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് പോകാനുള്ള താല്പര്യം മാത്രം കാണിച്ചാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ആർക്കും വേറെ കോഴ്സ് വേണ്ട, വേറെ പരിപാടിയും വേറെ പ്രോഗ്രാംസും വേറെ കോഴ്സും കാര്യങ്ങളും ആർക്കൊന്നും വേണ്ട. എല്ലാവർക്കും ബിടെക് എൻജിനീയറിംഗ് ആ ഒരു സംഭവം മാത്രം മതി. സത്യം പറയാം, എല്ലാവർക്കും വെച്ചാൽ ഇപ്പം +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് എല്ലാവരുടെയും മൈൻഡ് വെച്ചാൽ ഒന്നെങ്കിൽ നേഴ്സിംഗ് പോവാം, അല്ലെങ്കിൽ ബിടെക് പോവാം, അല്ലെങ്കിൽ നേഴ്സിംഗ് പോവാം, അല്ലെങ്കിൽ ബിടെക് പോവാം എന്നുള്ള ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ഞാൻ ഇപ്പം പറയാം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അത് മാത്രം ആലോചിച്ച് വേണം നിങ്ങൾ ഓരോ കോഴ്സ് എടുക്കാനും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയ്ക്ക് എടുക്കണമെങ്കിൽ, എന്നുവെച്ചാൽ വേറെ എന്തെങ്കിലും ഒരു AI പഠിക്കണോ, AI അല്ലെങ്കിൽ വേറെ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ വേറെ എന്തോ ആവട്ടെ, വേറെ കുറേ 100 1000 കണക്കിന് കോഴ്സ് ഇവിടെ പഠിക്കാനുണ്ട്. 1000 കണക്കിന്. എല്ലാവരും ആണെങ്കിൽ ബിടെക്, മറ്റേ നേഴ്സിംഗ്, MBBS അങ്ങനെ പോവുകയല്ലേ. എത്രയോ നല്ല ജോലി അവസരങ്ങളുള്ള എത്രയോ കോഴ്സുകൾ പഠിക്കാൻ ഇവിടെ കിടക്കുന്നു. പക്ഷെ ആർക്കും അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം കുറച്ചുകൂടെ പ്രൊഫഷണൽ ആവാൻ ഒരു ആഗ്രഹം ഉണ്ടാകേണ്ടായിരിക്കും ചിലപ്പോൾ എൻജിനീയറിംഗ് എടുക്കാൻ പോകുന്നത്. എൻജിനീയറിംഗ് ആയാലും നഴ്സിംഗ് ആയാലും ബിടെക് ആയാലും അങ്ങനെയുള്ള സംഭവമായാലും. സോ ഇപ്പം ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം എടുത്ത് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സപ്ലി അടിച്ച് ഇരിക്കേണ്ട അവസ്ഥ വരും എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഏതൊരു കോളേജ് എടുത്താലും, ഇപ്പം ടീച്ചിങ് കോളേജ് എടുത്താലും, ഇപ്പം NIT എടുത്താലും, CET എടുത്താലും, ഏതൊരു കോളേജിൽ പോയാലും ഉള്ള കാര്യം വെച്ചാൽ പഠിച്ച് മാർക്ക് മേടിക്കണം. അല്ലാതെ അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. പഠിച്ച് മാർക്ക് മേടിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റാത്തവരാണെങ്കിലോ അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ആക്കി അവർക്ക് എന്ത് കഴിവ്, ആ കഴിവ് നോക്കിയിട്ട് അവർ മൂവ് ചെയ്യുക. അല്ല അവിടെ തന്നെ ഇരുന്ന് 4 വർഷം വേസ്റ്റ് ആക്കല്ലേ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ എന്തിനു പോകണം. MBBS എടുക്കണോ, ബിടെക് എടുക്കണോ, അതോ നേഴ്സിംഗ് പോകണോ, അതോ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കണോ എന്നൊക്കെ ആലോചിക്കണം. നോർമലി ഈ വെക്കേഷൻ ടൈമൊക്കെ ഈ ആലോചിക്കുന്നതല്ല. വെച്ചാൽ കീം എഴുതാൻ കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നീറ്റ് എക്സാം ഇപ്പം എഴുതിയിട്ട് കുറേ പേരുടെ ഡ്രോപ്പ് ഔട്ടൊക്കെ കളഞ്ഞ് ഇനി ഒന്നുകൂടെ എഴുതണം എന്നുള്ള കുറേ സിറ്റുവേഷനൊക്കെ വന്ന് തുടങ്ങി. സോ അത് ഞാൻ അത് പറയുന്നത് +2കാരോട് മാത്രം ഞാൻ ഈ പറയുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ ഇപ്പം ഞാനിപ്പം ഫസ്റ്റ് ഇയർ ടീച്ചിങ് കോളേജ് പഠിച്ചു, സെക്കൻഡ് ഇയർ പഠിച്ചു, തേർഡ് ഇയർ പഠിച്ചു, ഫോർത്ത് ഇയർ പഠിച്ചു. ഇപ്പം ഇറങ്ങി. ഇനി കുറച്ച് എക്സാം ഉണ്ട്. എക്സാം കൂടെ കഴിഞ്ഞാൽ
ഞാൻ അവിടെ നിന്ന് പാസ് ഔട്ടായി. മനസ്സിലായോ? അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു. സോ ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് നോർമലി ഇഷ്ടം ഉണ്ടായിട്ട് എടുത്തതൊന്നുമല്ല. അതൊരു വേറൊരു കഥയാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഈ ഒരു കഥ നിങ്ങൾക്കുള്ളത് മാത്രം കഥയാണ്. സത്യം പറയാമല്ലോ, എൻ്റെ കുറേ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ട് ആക്കി പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പഠിക്കാൻ ഒക്കുന്നില്ല. അത്രയ്ക്കും എന്തുവാ, അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യണം നോർമലി. എന്ന് വെച്ചാൽ നമുക്കൊരു സബ്ജക്റ്റ് പഠിക്കണം, കുറച്ച് ടഫ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് അത് വീക്കായിരിക്കും, അല്ലെങ്കിൽ മാത്സ് കുറച്ച് വീക്കായിരിക്കും, അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പഠിക്കാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെ കുറേ സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരന്ന് കിടക്കുമായിരിക്കും. ബിടെക് എടുക്കാനുള്ള അവസ്ഥ ഞാൻ പറയുന്നത്. ബിടെക് എടുക്കാനുള്ള അവസ്ഥ, നേഴ്സിംഗ് കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. ബിടെക് എടുക്കാനുള്ള അവസ്ഥ ഇതാണ്. നിരന്നിങ്ങനെ കിടക്കുക. എന്തൊക്കെയാ? ഒരു സൈഡിൽ പ്രോജക്റ്റ്, ഒരു സൈഡിൽ അസൈൻമെൻറ്റ്, നടുക്ക് സെമിനാർ, പിന്നെ നോട്ട്സ്, പിന്നെ ഇത് CS എക്സാം, സെം എക്സാം, പിന്നെ അത് മാർക്കില്ലെങ്കിൽ മറ്റേത്, ഇത് കുറേ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ ഒരു വലിയൊരു ടാസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിടെക് എടുത്തുള്ള അവസ്ഥ വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ബിടെക് എടുക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ ചുമ്മാ പോയി ഇരുന്ന് പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും പാസ്സായി പോകും എന്ന് പറഞ്ഞ് പോയാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ ഉള്ള കാരണം എന്ന് വെച്ചാൽ പഠിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞുള്ള കാരണം എന്ന് വെച്ചാൽ കുറേ പേര് പഠിക്കാന്ന് വെച്ചാൽ ആവറേജ് സ്റ്റുഡൻസ് ഉണ്ട്, കുറച്ചുകൂടെ നല്ലപോലെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഒട്ടും പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെല്ലാം നമ്മുടെ കോളേജിലും കാണും, പല സ്ഥലത്തും കാണും. സോ ആ ഒരു മെൻറ്റാലിറ്റി നോക്കിയിട്ട് വേണം നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള എടുത്താൽ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ പോയി ഏതൊരു കോളേജിൽ എടുത്താലും. എനിക്കൊന്നുമില്ല, നിങ്ങൾ കറക്റ്റ് കോളേജിൽ എടുക്കുക. എന്ന് വെച്ചാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതുപോലെ പഠിക്കാൻ പോയി, പഠിക്കാതെ ഇറങ്ങി വന്ന് ഡ്രോപ്പ് ഔട്ട് ആക്കി അവരുടെ ഇഷ്ടത്തിന് ചെറിയ കോഴ്സുകൾ ഒരു പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സ് എടുത്ത് അവരത് പഠിച്ച് ജോലിക്ക് ഇപ്പം കയറിയിട്ടുണ്ട് കേട്ടോ. 4 വർഷം തന്നെ പഠിച്ച് 4 വർഷം പഠിച്ച് ഒരു കമ്പനി കയറിയെന്ന് വെച്ചോ. നമുക്ക് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ നല്ലൊരു മാർക്ക്, നല്ലൊരു CGPA വേണം. നല്ലൊരു CGPA ഇല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു ചെറിയൊരു കമ്പനി കിട്ടും. ആ ചെറിയൊരു കമ്പനിയിൽ തന്നെ കിട്ടുന്ന 16 രൂപ, 20,000 രൂപ, 25 രൂപ ആ ഒരു റേറ്റേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ബിടെക് എടുത്തിട്ടില്ല. അമ്മമാർ ബിടെക്കിന് കയറിയതാണ്. പക്ഷെ കയറിയിട്ട് സെക്കൻഡ് ഇയർ അമ്മമാർ ഡ്രോപ്പ് ഔട്ട് ആക്കിയിട്ട് അമ്മമാർ വേറൊരു കോഴ്സ് പഠിച്ചു. ആ കോഴ്സ് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു കോഴ്സ് പഠിച്ചിട്ട് അമ്മമാർ പുറത്തു പോയി. അമ്മമാർക്ക് ഇപ്പം ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ട് പ്ലേസ്മെൻറ്റിന് കയറിയ, എന്നുവെച്ചാൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നല്ലപോലെ പഠിച്ചാൽ നല്ല സ്ഥലത്ത്, നല്ല ടോപ്പ് സ്ഥലത്ത് പ്ലേസ്മെൻറ്റിൽ കയറാൻ പറ്റും. അല്ലാതെ ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അത്രയ്ക്കും പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് പോയുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നല്ല ബുദ്ധിയുള്ള പിള്ളേരുണ്ട്, നല്ല മെൻറ്റാലിറ്റി ഉള്ള പിള്ളേരുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും ഒരേപോലെ ആവത്തില്ല. എന്നുവെച്ചാൽ പലരും പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അവരുടെ മെൻറ്റാലിറ്റി നോക്കിയിട്ട് വേണം അവർ പഠിച്ച് അവർ സെറ്റായി വരാനും. പക്ഷെ നമുക്കത് ചിലപ്പം ഒക്കത്തിലായിരിക്കും. നമുക്ക് കുറച്ച് പഠിച്ച് പയ്യെ പഠിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുറേ നേരം വായിക്കണം, അല്ലെങ്കിൽ കുറേ നേരം കാണണം, അല്ലെങ്കിൽ കുറേ നേരം ചെയ്ത് നോക്കണം എന്നുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ആവറേജ് സ്റ്റുഡൻസ് ആയാലും ഈ കുറച്ചുകൂടെ ആവറേജിനെക്കാട്ട് കുറച്ച് ബിലോ ആയിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം ഈ ഒരു അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ മെൻറ്റാലിറ്റി നോക്കുക, അവർക്ക് പഠിക്കാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ ബിടെക്കാണ്, 4 വർഷമുണ്ട്, അതിൽ കുറേ ടാസ്ക് ഉണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. നോർമലി +2 കഴിഞ്ഞിട്ട് എന്തിനു പോകണം എന്ന് ചിന്തിച്ചിരിക്കുമല്ലേ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞ് തന്നേനേ ഉള്ളൂ. സോ TKM കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ TKM കോളേജ് നല്ല ബെസ്റ്റ് കോളേജാണ്. എന്നുവെച്ചാൽ കേരളത്തിൽ ഫസ്റ്റ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ് TKM കോളേജ്. അതും കൊല്ലം കരിക്കോടതി. നല്ല കോളേജാണ്. നോർമലി നല്ല പ്ലേസ്മെൻറ്റും ഉണ്ട്, പഠിക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ വൈബുള്ള ഒരു മിനിമം വൈബ് എന്ന് പറയാം. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ഇട്ട് തന്നതാണ്. നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്തിട്ട് വേണം എൻ്റെ അടുത്ത വീഡിയോ കാണാൻ.
ഓക്കെ. അതിൽ ഞാൻ ബാക്കി എല്ലാ റാഗ് ഇപ്പം എനിക്കറിയാവുന്ന TKM കോളേജാണ്, അതിനെപ്പറ്റി ഞാൻ TKM കോളേജിനെ പറ്റി പറയുന്നുണ്ട്. TKM കോളേജ് റാഗിങ് പറ്റി പറയുന്നുണ്ട്, എക്സാം പറയാം. പിന്നെ ബിറ്റ് കൊണ്ടുപോയാൽ കോപ്പി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്, അവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മാനേജ്മെൻറ്റ് ഫീസ് റേറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോഴേ എനിക്ക് അറിഞ്ഞൂടാ. സോ എന്നോട് ആരും അങ്ങനെ പറഞ്ഞ് തന്നിട്ടുമില്ല. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എൻ്റെ വീഡിയോ കോളേജുള്ള സ്റ്റുഡൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും കാണുന്ന ആയതുകൊണ്ട് ചിലപ്പോൾ അവർ റീപ്ലൈ തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ റീപ്ലൈ കമൻറ്റ് ഇടും. മാനേജ്മെൻറ്റ് സീറ്റ് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടും. സോ ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വന്ന് പറയാം. സോ നിങ്ങൾ ശ്രദ്ധിക്കണം, +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ, പോയി പെട്ടുകൊടുക്കരുത്. ഓക്കെ എന്നേ ഞാൻ പറയത്തുള്ളൂ. എല്ലാവരും നല്ലൊരു കോളേജിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല സെറ്റായി വാ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കോളേജിനെ പറ്റി പറയാം. ഓക്കെ, ബൈ.